അങ്ങനെ രോഹിത് ശർമ്മ മറ്റൊരു റെക്കോർഡിനരികെ എത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണറായി ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ കളിക്കാരനാകാൻ രോഹിത് ശർമ്മ തയ്യാറെടുക്കുകയാണ്. 50 റൺസ് മാത്രമാണ് ഈ ഒരു റെക്കോർഡ്. സച്ചിനെ വെട്ടിക്കാനുള്ള ഈ ഒരു റെക്കോർഡിലേക്ക് ഇനി രോഹിത്തിന് വേണ്ടത് 50 റൺസാണ്. അപ്പോൾ ഈ ഒരു മത്സരം വരുന്നത് ഫെബ്രുവരി 9 ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാമത്തെ ഏകദിനത്തിലാണ്. രോഹിത് ശർമ്മയ്ക്ക് ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുക. 50 റൺസ് മാത്രമാണ് ഈ ഒരു റെക്കോർഡിനരികിൽ രോഹിത് ശർമ്മ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സച്ചിനാണ് ഈ ഒരു സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 15,335 റൺസുമായിട്ടാണ് സച്ചിൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് ഉള്ളത് 15,285 റൺസാണ്. 50 റൺസിൻ്റെ അകലെ മാത്രം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സേവാഗാണ്. 15,758 റൺസ് മാത്രമാണ്. അപ്പോൾ സേവാഗിനെയും മറികടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ രോഹിത് ശർമ്മയുടെ കഴിഞ്ഞ മുമ്പത്തുള്ള മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ 50 റൺസ് എന്നുള്ളത് വളരെ അനാവശ്യമായി എടുക്കാൻ പറ്റുന്ന ഒരു റൺസായിട്ട് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് കുറച്ച് പാടുപെടേണ്ടി വരും. അദ്ദേഹം ഇപ്പോൾ ഭയങ്കര ഫോം ഔട്ടിലാണ്. അപ്പോൾ 50 റൺസ് എന്നുള്ളത് വളരെ ഒരു വലിയ റൺസായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനത്തിനകത്ത് ഈ ഒരു റെക്കോർഡ് രോഹിത് ശർമ്മയ്ക്ക് മറികടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള മത്സരം നാളെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് ഈ ഒരു റെക്കോർഡിനരികിലെത്തിയിരിക്കുകയാണ് എന്നുള്ള അപ്ഡേറ്റ്സാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട്